നെടുമങ്ങാട് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് അന്വേഷണ സംഘം കസ്റ്റഡി അപേക്ഷ നൽകുന്നത്. റുക്സാനയെയും ബിന്ദിയെയും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്നതോടെ കൂടുതൽ പേരുടെ പങ്ക് വ്യക്തമാവുമെന്ന നിലപാടിലാണ് പോലീസ്. അതേസമയം റുക്സാനയുടെയും ബിന്ധ്യ തോമസിന്റെയും ജാമ്യാപേക്ഷ നെടുമങ്ങാട് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഇന്ന് പരിഗണിക്കും. ബ്ലാക്ക് മെയിൽ കേസിൽ മറ്റു പ്രതികളെക്കുറിച്ചുള്ള അന്വേഷണവും പോലീസ് ഊർജിതമാക്കി. കഴിഞ്ഞ ദിവസം കേസന്വേഷണം വിലയിരുത്താനും തുടർ നടപടികൾ ചർച്ച ചെയ്യാനുമായി അന്വേഷണ ഉദ്യോഗസ്ഥർ യോഗം ചേർന്നു. കേസന്വേഷണത്തിൽ പുരോഗതിയുണ്ടെന്ന് ADGP K. പത്മകുമാർ പറഞ്ഞു. നല്ല രീതിയിൽ പുരോഗതി പോകുന്നുണ്ട്. ഞങ്ങളിപ്പോൾ അന്വേഷിക്കുന്ന ഒരു എക്സ്റ്റോർഷൻ കേസും പിന്നെ എക്സ്റ്റോർഷനെ സംബന്ധിച്ചുണ്ടായ ഒരു സൂയിസൈഡ് കേസുമാണ്. ആ കേസിൽ ഇതുവരെ കിട്ടിയിട്ടുള്ള തെളിവുകളൊക്കെ വിശകലനം ചെയ്യും. ഇനി അങ്ങോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ തീരുമാനിക്കുന്നില്ല. രവീന്ദ്രനെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ഉപയോഗിച്ച ദൃശ്യങ്ങളുടെ CD അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. കൊച്ചി ബൈപ്പാസ് റോഡിനടുത്തുള്ള പ്രമുഖ സ്വകാര്യ ഹോട്ടലിൽ വെച്ചാണ് പ്രതികൾ ഈ ദൃശ്യങ്ങൾ പകർത്തിയത്. പ്രതികളെ കസ്റ്റഡിയിൽ ലഭിച്ചാൽ ഈ ഹോട്ടലിലെത്തിച്ച് പോലീസ് തെളിവെടുക്കും. ഇന്നലെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത പ്രതികൾ അട്ടക്കുളങ്ങര വനിതാ ജയിലിലാണുള്ളത്. IPC 306, 358, 120 തുടങ്ങിയ വകുപ്പുകൾ പ്രകാരം ആത്മഹത്യാ പ്രേരണ, ക്രിമിനൽ ഗൂഢാലോചന, ഭീഷണിപ്പെടുത്തി പണം അപഹരിക്കാനുള്ള ശ്രമം തുടങ്ങിയ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയത്. റുക്സാനയും ബിന്ധ്യയും കൂടാതെ ബ്ലാക്ക് മെയിൽ പെൺവാണിഭ കേസിൽ ജയചന്ദ്രൻ, സനിലൻ, പ്രജീഷ് എന്നിവരും കേസിൽ പ്രതികളാണെന്ന് പോലീസ് കോടതിയെ അറിയിച്ചിട്ടുണ്ട്. അതേ കേസിലെ മറ്റൊരു പ്രതി ജയചന്ദ്രന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരുന്നു. മീഡിയ 1, തിരുവനന്തപുരം.